ഏപ്രിൽ മാസം 27-ാം തീയതി ആദ്യത്തെ യോഗം ചേർന്നു. 3 യോഗങ്ങളുടെ ഗ്യാപ്പാണ് ഞാൻ പറയുന്നത്. മെയ് മാസം 12-ാം തീയതി രണ്ടാമത്തെ യോഗം ചേർന്നു. അടുത്ത യോഗം ചേരേണ്ട സമയം കഴിഞ്ഞിരിക്കും. അടുത്ത യോഗം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒരു നടപടിക്രമം മാത്രം മതി ശ്രീ സുഗതനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് കഴിയുന്നു. മുനിസിപ്പൽ ആക്ട് 94-ലെ പുതുക്കിയ മുനിസിപ്പൽ ആക്ടിലെ സെക്ഷൻ 91 പ്രകാരം അതിൽ പറയുന്നത് 3 കൗൺസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ കോർപ്പറേഷൻ സെക്രട്ടറി നടപടിക്രമങ്ങൾ ആരംഭിക്കണം. ആ നടപടിക്രമം എന്ന് പറയുന്നത് ഒരു നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിന്റെ മറുപടി വാങ്ങിയ ശേഷം അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഉത്തരവ്, കോർപ്പറേഷൻ സെക്രട്ടറി ഉത്തരവ് കൈമാറും. ഈ നടപടിക്രമം കോർപ്പറേഷൻ ആരംഭിക്കണമെങ്കിൽ 3ാമത്തെ കൗൺസിൽ യോഗം ചേർണമല്ലോ. 95-2000 ആണ്ടിൽ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്ന അവസരത്തിൽ 2 പേരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. കുന്നൂരി വാർഡ് കൗൺസിലറായിരുന്ന ഒരു സഹോദരിയും അന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന ഒരു സുഹൃത്തിനെയും ഈ മുനിസിപ്പൽ ആക്ട് പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത് അവരെ കൗൺസിലർമാർ അല്ലാതെ ആക്കിയ നടപടികൾ സ്വീകരിച്ച ചരിത്രം ഈ കോർപ്പറേഷനുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തിരിമറി നടത്തിയിരിക്കുകയാണ്. തിരിമറി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൗൺസിൽ യോഗത്തിന്റെ അറ്റൻഡൻസ് ബുക്കും കൗൺസിൽ യോഗത്തിന്റെ നടപടിക്രമങ്ങളും അതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇടപെട്ടുകൊണ്ട് അതെല്ലാം കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരം ഈ രേഖകളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് മേയറാണ്. മേയർക്ക് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ സെക്രട്ടറിയും കോർപ്പറേഷൻ സെക്രട്ടറിയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും എല്ലാ പ്രതികളെയും സംരക്ഷിക്കുന്നത് കോർപ്പറേഷന്റെ നിലവിലുള്ള മേയർ ആണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മേയർ ഒരു കാര്യം മനസ്സിലാക്കണം. 1-2 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടിയാണ് മേയറായിരിക്കുന്നത്. അതെല്ലാം മാറി തിരിഞ്ഞു വരാൻ വേണ്ടി അല്പസമയം മാത്രം മതി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വല്ലതും നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സമരം നടത്തുന്നതിന്റെ മുന്നേ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തലസ്ഥാനകാരിയിൽ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാണ് വട്ടിയൂർക്കാവിലെ മന്ത്രി എന്ന് പറയുന്ന ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സുഗതന്റെ വാർഡ് വരുന്ന പ്രദേശത്തെ MLA ആയിട്ടുള്ള ശ്രീ മുരളീധരനാണ് അദ്ദേഹം മന്ത്രി. ഏത് വിഷയത്തിനും സ്ഥാനത്തും അസ്ഥാനത്തും പ്രതികരിക്കുന്ന വ്യക്തിയാണ് മുരളീധരൻ എന്ന് പറയുന്നത്. സോണിയാഗാന്ധിയെ പോലും മദാമെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടി തയ്യാറായ വ്യക്തിയാണ് ഈ മുരളീധരൻ എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് പറഞ്ഞ് അപമാനിച്ച വ്യക്തിയാണ് ഈ മുരളീധരൻ എന്ന് പറയുന്നത്. ഇവിടെ 39-40 പേര് മരണപ്പെട്ടിരിക്കുന്നു. പനിയും മറ്റ് പകർച്ചവ്യാധികളും പിടിച്ച് മരണപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, DMA ഇല്ല, മരുന്നില്ല. സ്ഥലം മാറ്റത്തിലൊക്കെ തന്നെ കോടതികൾ ഇടപെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിനെ അങ്ങേയറ്റം വിമർശിച്ച വ്യക്തിയാണ് ഈ മുരളീധരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പം പറയുകയാണ്, തോറ്റവരെല്ലാം ജനം വീട്ടിൽ ചെന്നിരിക്കാൻ പറഞ്ഞവരാണ്, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഒരു അഭിപ്രായം പറയേണ്ടതില്ല. മിസ്റ്റർ മുരളീധരൻ, ഏറ്റവും കൂടുതൽ കാലം വീട്ടിൽ ചെന്നിരുന്ന വ്യക്തി നിങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനി എല്ലാ കാലത്തും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സിംഹാസനത്തിൽ നിങ്ങൾ ഇരുന്നു കൊള്ളാമെന്നുള്ള ഉറപ്പൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അധികാര കസേര നോക്കിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എനിക്ക് മറുപടിയായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എനിക്കറിയാം. നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയെ പറ്റിയായിരിക്കും നിങ്ങൾ എനിക്ക് മറുപടിയായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതെല്ലാം പഴയ കാര്യങ്ങളാണ്. ആ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. ഈ കാപ്പ കേസിലെ പ്രതിയെ പരസ്യമായി സംരക്ഷണം കൊടുത്തത് ആര്? ഞാൻ ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നു. ആരോട് ഉന്നയിക്കുന്നു? ഈ 19 കേസുകളിൽ പ്രതിയായി തലസ്ഥാന നഗരത്തെ തന്നെ ഭീകരത അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള സുഗതന് സംരക്ഷണം കൊടുക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുരളീധരനാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറയണം. എന്ന് മാത്രമല്ല, പോലീസ് നിയമാനുസരണം കാപ്പ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന പോലീസ് ഓഫീസറെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോലീസ് റിവോൾവർ ആത്മരക്ഷാർത്ഥം ആകാശത്തേക്ക് വെടിവെക്കുകയാണ്. അപ്പൊ ഇയാളെ കീഴടക്കുകയാണ്, പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സംഭവത്തെ പോലും ആക്ഷേപിക്കുന്നതിന് വേണ്ടി തയ്യാറായ ആളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി മുരളി എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ കാപ്പ കേസിലെ പ്രതിയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ്? അത് നിങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാവണം. ഇവിടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ 2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിയമാനുസരണം നിങ്ങൾ യോഗം വിളിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം, കോർപ്പറേഷൻ കൗൺസിൽ യോഗം. അതുപോലെ തന്നെ പിന്നെ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള സുഗതനെ കൗൺസിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കഴിയണം. ഞാനൊരു ആക്ഷേപം ഇതേ വേദിയിൽ വെച്ച് തന്നെ ഉന്നയിക്കപ്പെട്ടത്. മേയർ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്ന ആളാണല്ലോ. രാവിലെ ഇറങ്ങിയ മേയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മേയറും ഡെപ്യൂട്ടി മേയറുമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുക, ഒരു റീൽസ് എടുക്കുക, അത് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുക. ഇതാണ് കോർപ്പറേഷന്റെ പ്രവർത്തനം എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുകയാണ് ഒരു മേയറുടെ ഉത്തരവാദിത്വം എന്ന് ധരിച്ചിരിക്കുന്ന മേയറാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരിക്കുന്ന മേയർ എന്ന കാര്യം ഞാൻ ഇവിടെ വ്യക്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാനെന്ന് ഒരു കാര്യം സൂചിപ്പിച്ചു. ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ പല പ്രധാനപ്പെട്ട മേയർ അടക്കമുള്ള ആൾക്കാരുടെ മുറിയിൽ മാരകായുധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. പോലീസിനോട് പറഞ്ഞു നിങ്ങൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാവണമെന്ന് സൂചിപ്പിച്ചു. അതിന് ഇതുവരെ മറുപടി പറയുന്നതിന് വേണ്ടി കഴിഞ്ഞില്ലല്ലോ. മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചു. പോലീസ് വന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഷെഡ് കെട്ടാൻ പാടില്ലെന്ന്. ഈ തലസ്ഥാന നഗരിയിൽ ഒരു പോലീസ് സ്ഥലത്തും ഷെഡ് കെട്ടാൻ പാടില്ലെന്നുള്ള നിരോധനം ഉണ്ടായിരുന്ന അവസരത്തിലും ഷെഡ് കെട്ടി സമരം ചെയ്ത പാർട്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോലീസുകാർ ഇടപെടേണ്ട. ഞങ്ങൾ മര്യാദയ്ക്കൂടെ സത്യാഗ്രഹിക്കുകയാണ്. ഇവിടെ വളരെ മര്യാദയ്ക്കാണ് സത്യാഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ മേയർ ചീറിപ്പാഞ്ഞ് പോകണം നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നല്ലോ. മനഃപൂർവ്വം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അയാൾ പരിശ്രമിച്ചത്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് പോലും ഞങ്ങൾ സമാധാനപൂർവ്വം ഇരിക്കുകയാണ്. ഞങ്ങൾ വളരെ സമാധാനത്തോടുകൂടിയാണ് സമരം നടത്തുന്നത്. അതിവിടെ പൊളിക്കാനും നോട്ടീസ് കൊടുക്കാനും കേസെടുക്കാനും വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മുൻ മേയർ ശ്രീകുമാറും ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാറിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.